ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് ലെവൽ ബേസ് ചെയ്തിട്ടുള്ള ട്രേഡിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ ഇത് നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനലിലെ ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചാനൽ നമ്മൾ ഡെയിലി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെയായിട്ട് ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് സ്ട്രൈക്ക് ലെവൽസിൻ്റെ തൊട്ടടുത്ത് ക്ലോസ് ചെയ്തിരിക്കുന്നത്, ആ സ്റ്റോക്സുകളുടെ ലിസ്റ്റ് ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡ് ഹയസ്റ്റ് ആയ കോൾ സ്ട്രൈക്ക് ലെവൽസിൻ്റെ തൊട്ടടുത്ത് ക്ലോസ് ചെയ്ത സ്റ്റോക്സുകളും റൈറ്റ് സൈഡ് ഹയസ്റ്റ് ആയ പുട്ട് സ്ട്രൈക്ക് ലെവൽസിൻ്റെ തൊട്ടടുത്ത് ക്ലോസ് ചെയ്ത സ്റ്റോക്സുകളാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഹയസ്റ്റ് ആയ കോൾ സ്ട്രൈക്ക് ലെവൽസ് മാർക്കറ്റിൽ സ്ട്രോങ് റെസിസ്റ്റൻസും ഹയസ്റ്റ് ആയ പുട്ട് സ്ട്രൈക്ക് ലെവൽസ് മാർക്കറ്റിൽ സ്ട്രോങ് സപ്പോർട്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഹയസ്റ്റ് ആയ കോൾ സ്ട്രൈക്ക് ലെവൽസിൽ നിന്ന് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇൻഡസ് ടവർ ആണ്. അപ്പോൾ ഇൻഡസ് ടവർ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 350 ആണ്. കഴിഞ്ഞ ദിവസം 349.90 തൊട്ടടുത്ത് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡസ് ടവറിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് കഴിഞ്ഞ ദിവസത്തെ ഇൻഡസ് ടവറിൻ്റെ ചാർട്ട്. ഇനി നമുക്കിതിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ആ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. 350 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ലെവൽ. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്ന ഏരിയ എവിടെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു ലെവലിൽ ഒരുപാട് ക്യാൻഡിൽസ് ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം ഇവിടെ ടച്ച് ചെയ്തു, പിന്നെ ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്നു, അതിന് ശേഷമാണ് താഴേക്ക് വന്നത്. അപ്പോൾ ഈ ലെവലിലാണ് ഒരുപാട് ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്നത്. ആ ലെവൽസ് ആണ് നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. ഈ നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഏതെങ്കിലും 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ നമ്മൾ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈയിലേക്ക് പോവാം. അതല്ല, ഈ താഴത്തെ ലെവൽ ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് റെഡ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽസ് ഇന്ന് ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു ക്യാൻഡിൽ 9:30 ക്യാൻഡിൽ നമ്മൾ ലെവൽസിൽ ടച്ച് ചെയ്ത് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്തിരുന്നു, പക്ഷെ അത് മുകളിൽ ക്ലോസ് ചെയ്തിരുന്നില്ല. അത് ജസ്റ്റ് ആ ലെവലിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. അതിനുശേഷം അവിടുന്ന് അത് റെസിസ്റ്റൻസ്, അതായത് ഇവിടുന്ന് സെൽ റിജക്ഷൻ വന്നുകൊണ്ടോ നല്ല രീതിയിൽ സെല്ലിംഗ് വന്നു. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്നു. ഇവിടെയാണ് നമുക്ക് സെല്ല് വന്നിരിക്കുന്നത്. കാരണം നമ്മുടെ കറക്റ്റായിട്ട് നമ്മുടെ ലെവൽസിന് താഴെ 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ നല്ല രീതിയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് സെല്ല് ചെയ്യുന്നത്. ഇനി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇടുന്നത് നമ്മൾ ഈ ഒരു ലെവൽസിൻ്റെ തൊട്ട് മുകളിലായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. ഓക്കെ, ഇനി നമ്മുടെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 1:2 ആണ്. ഓക്കെ, അതായത് നമുക്ക് 3 പോയിന്റ് ആണ് സ്റ്റോപ്പ് ലോസ് എങ്കിൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 6 പോയിന്റ് ആണ്. അപ്പോൾ 1:2 റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 10 ട്രേഡിൽ 5 ട്രേഡ് പ്രോഫിറ്റ് ആണെങ്കിൽ തന്നെ നമ്മുടെ അക്കൗണ്ട് പ്രോഫിറ്റിലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിരുന്നില്ല. അതായത് മാർക്കറ്റ് ഏകദേശം ഈ ഒരു ലെവൽ വരെ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് 3 പോയിന്റ് വരെ നമുക്ക് ആ സെൽ ലെവലിൽ നിന്ന് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ചെയ്തിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാണ് ചെയ്തത്. നമ്മൾ 1:2 തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടുന്ന് ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാൻ കാരണം നമുക്ക് ജസ്റ്റ് നോക്കാം. അത് നമ്മൾ ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്യുമെങ്കിൽ നമ്മൾ 1:2 ആണ്. കാരണം നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന ദിവസങ്ങളുണ്ടാവും. ആ റിസ്ക് റിവാർഡ് നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് മുമ്പ് നമുക്ക് ആ ഒരു ലെവലുണ്ടോ, ഇവിടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് തിരിച്ച് കയറുന്നത്. ഉണ്ടോ, ഇവിടെ എക്സാക്റ്റ് സപ്പോർട്ട് എടുത്തു, തിരിച്ച് കയറി. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എക്സാക്റ്റ് നമ്മുടെ ആ ഒരു 350 ലെവലിൽ കണ്ടോ റിജക്ഷൻ വന്നിട്ടുണ്ടായി. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് താഴെ വന്നു. വീണ്ടും ആ ഒരു എക്സാക്റ്റ് സപ്പോർട്ട് ആണ്, ആ ലെവലിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറി നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ ഇൻഡസ് ടവറിൽ നമുക്ക് ലോസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് റീസൺ ആയിട്ട് പറയുന്നത് ഈ മുമ്പ് വന്നിരുന്ന ആ ഒരു ലെവലിലുള്ള ആ ഒരു സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ചു കയറി, അതുകൊണ്ടാണ് ഇപ്പോൾ ലോസ് വന്നിരുന്നത്. ഇനി ഇവിടെ തന്നെ അടുത്തൊരു സ്റ്റോക്സ് എന്ന് പറയുന്നത് താഴെയുള്ളത് നാഷണലുമായിരുന്നു. അപ്പോൾ നാഷണലും എന്തുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. 250 ലെവലാണ് അതിൻ്റെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് നല്ല രീതിയിൽ ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. മാർക്കറ്റ് ഈ ലെവലിൽ ടച്ച് ചെയ്തതിന് മാത്രമായിരുന്നു നമുക്ക് എൻട്രി വരുന്നുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് പുട്ട് സൈഡിൽ പോവുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് കോൾപാലാണ് തൊട്ടടുത്ത് ക്ലോസ് ചെയ്തിരുന്നത്. 3000 ആയിരുന്നു ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. 3002 ക്ലോസ് ചെയ്തിരുന്നത്.
ഓക്കെ, പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് കേട്ടോ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, മാർക്കറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ ആ ലെവലിൽ ടച്ച് ചെയ്ത് താഴെയാണ് ക്ലോസ് ചെയ്ത് കണ്ടോ, വീണ്ടും റീടെസ്റ്റ് ചെയ്ത് വന്നു. അപ്പം കൂടെ കാണാൻ സാധിക്കുന്നുണ്ടോ, എക്സാക്റ്റ് കഴിഞ്ഞ ദിവസത്തെ ലോ ടച്ച് ചെയ്തു, റെഡ് ക്യാൻഡിൽ വന്നു. അപ്പോൾ നമ്മൾ കോൾ പാലാണ് ഇന്ന് സെലക്ട് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തേനെ. ഇവിടെ 1:2 എക്സാൻ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ലെവൽസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രൈസ് ആക്ഷനാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ലെവൽസ് മാർക്ക് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കണം. പിന്നെ ആ ലെവലിൽ മാർക്കറ്റ് ടച്ച് ചെയ്ത് എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് അത് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ആദ്യം തന്നെ പേപ്പർ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അതിനുശേഷം അതിൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ചെറിയൊരു ക്വാണ്ടിറ്റി ഇട്ടിട്ട് മാത്രം റിയൽ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം മാത്രം നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. അപ്പോൾ കഴിഞ്ഞ ദിവസം ചില കമൻറ്റിൽ ലോസ് കണ്ടു, അതിലൊക്കെ ലോസ് നന്നായിട്ട് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അപ്പോൾ ഈ ലെവൽസ് നല്ല രീതിയിൽ വർക്കിംഗ് ആണ്. പിന്നെ നമ്മൾ ആ ഒരു ലെവലിൽ മാർക്കറ്റ് ടച്ച് ചെയ്യുമ്പോൾ ആ ഒരു പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ എൻട്രി എടുക്കുന്നു അത് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ആ ഒരു ട്രേഡിൽ നമ്മുടെ സക്സസ് ഇരിക്കുന്നത്. ഇനി നിങ്ങൾക്കിത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഫോട്ടോസിൽ വരാം. അപ്പോൾ നമുക്ക് ഫോട്ടോസിൽ ഓരോ ദിവസത്തെയായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിന് മേലെയായിട്ട് ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നതാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് മുമ്പ് ഈ ലെവൽസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. 2 വർഷത്തെ ഡാറ്റാസ് ഇതിനകത്ത് അവൈലബിൾ ആണ്, 2 വർഷത്തിന് മേലെയുള്ള ഡാറ്റാസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഓരോ ദിവസത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് നമ്മൾ ചാർട്ട് ഓപ്പൺ ചെയ്ത് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത് വർക്കിംഗ് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ലെവൽസ് മാർക്ക് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.